എല്ലാവർക്കും ഷജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അറബിക് സ്പെഷ്യൽ അലീസ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഗോതമ്പാണ്. ഇത് നന്നായി കഴുകി ഒരു 6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ചിക്കന് ബോൺലെസ് ചിക്കനാണ്. ഞാനിവിടെ അലീസ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഈ ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 6 മണിക്കൂർ സോക്ക് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റീമൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ സ്മാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അലീസ പകുതി ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അലീസ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ അലീസ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, നെയ്യ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഫ്താർ സമയത്ത് അറബ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അലീസ. ഈ അലീസ നമുക്കും വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.